എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹ വന്ദനം. വിശുദ്ധ ശബത്തിലെ ധ്യാനചിന്ത, രോഗത്തിൽ സൗഖ്യം. അന്നേ ദിവസം ധ്യാനത്തിന് സഹായകമായി നാം വായിച്ചു കേൾക്കപ്പെടുന്ന വേദഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 17 വരെ, 2 കൊരിന്ത്യർ 12-ാം അധ്യായം 1 മുതൽ 10 വരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 7 വരെ, സങ്കീർത്തനം 103. ഈ വേദഭാഗങ്ങളിൽ നിന്നും ചില ചിന്തകൾ നമുക്ക് പ്രാർത്ഥനയോടെ ഒരുമിച്ച് ധ്യാനിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സൗഖ്യമാക്കുന്ന ദൈവിക സ്വഭാവം വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യം മുതൽ കാണുന്ന സത്യമാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 16-ാം വാക്യം. രോഗികളുടെ മേൽ യേശു കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ 3 തലങ്ങളാണ്. 1 ഇടപെടൽ, ഇൻ്റർവെൻഷൻ. 2 പ്രാവർത്തികമാക്കൽ, ഇംപ്ലിമെൻറ്റേഷൻ. 3 ജീവിത നവീകരണം, ലൈഫ് റിനീവൽ. മനുഷ്യന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് സൗഖ്യം. പഴയ നിയമത്തിൽ റാഫ എന്ന വാക്കുകൊണ്ട് ഇതിന് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ. ആ റാഫ എന്ന വാക്കിന് കേടുപോക്കുക, മുറിവുണക്കുക, സംരക്ഷിക്കുക, പുതുക്കുക എന്നൊക്കെയും അർത്ഥമുണ്ട്. സമ്പൂർണ്ണ സൗഖ്യം നൽകുന്ന യേശുവിൻ്റെ സൗഖ്യമാണ് ശ്രേഷ്ഠമായ സൗഖ്യം, ഹോളിസ്റ്റിക് ഹീലിംഗ്. എന്താണ് സൗഖ്യം? രോഗിക്ക് പൂർണ്ണമായ ആരോഗ്യം, ശാരീരികവും മാനസികവുമായ സ്വസ്ഥത മടക്കി കിട്ടുന്നതാണ് സൗഖ്യം. യേശുവിൻ്റെ രോഗശാന്തിയുടെ ചില തലങ്ങളാണ്: വിശ്വാസ രോഗശാന്തി, പാപവിമോചന രോഗശാന്തി, മനസ്സലിവിൻ്റെ, അതായത് ദയയുടെയും കരുണയുടെയും രോഗസൗഖ്യം. രോഗസൗഖ്യ സങ്കീർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ പഴയ നിയമ വേദഭാഗങ്ങൾ. സങ്കീർത്തനം 103 3-ാം വാക്യം, സങ്കീർത്തനം 107 20-ാം വാക്യം, സങ്കീർത്തനം 147 3-ാം വാക്യം, ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 6-ാം വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ. ഇന്നത്തെ സമൂഹത്തിൽ ശാരീരികമായും മാനസികമായും തളർന്നു പോകുന്നവരെ അംഗീകരിക്കാത്ത കാലഘട്ടമാണ്. അത് കുടുംബത്തിലാകാം, സഭയിലാകാം, സമൂഹത്തിലാകാം. രോഗികളെ മുതലെടുത്ത് പല ആതുരാലയങ്ങളും ചാരിറ്റി സംഘടനകളും സാമ്പത്തിക ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് അത്ഭുത രോഗശാന്തിയുടെ പേരിൽ സ്വന്തം പേരുയർത്തി സാമ്പത്തികം ലക്ഷ്യമിടുന്നവരുണ്ട്. യേശു നൽകിയ സമ്പൂർണ്ണ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയാണ് ഇന്ന് സഭ ഏറ്റെടുത്ത് യേശുവിനെ മാതൃകയാക്കി ചെയ്യേണ്ടത്. അത് വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയായിരിക്കണം, അത് കരുതലിൻ്റെ ശുശ്രൂഷയായിരിക്കണം, അത് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയായിരിക്കണം, അത് അംഗീകാരത്തിൻ്റെ ശുശ്രൂഷ ആയിരിക്കണം. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളിലും സൗഖ്യത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. അനേകം രോഗികൾ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ സൗഖ്യമാകാൻ പറയുന്നു. അങ്ങനെ മനസ്സലിവ് കൊണ്ടും പാപവിമോചനം കൊണ്ടും അനേക രോഗികളുടെ മേൽ കർത്താവ് ഇടപെടുകയാണ്. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയും വളരെ പക്വതയായ ശുശ്രൂഷയാണ്. പത്രോസിന്റെ നിഴൽ തട്ടിയാൽ സൗഖ്യമാകുമെന്ന് കരുതി വഴിയിൽ വസ്ത്രങ്ങൾ വിരിച്ച് രോഗികളെ കിടത്തുകയാണ്. പത്രോസും യോഹന്നാനും 9-ാം മണിനേരത്ത് സുന്ദരമെന്ന ദേവാലയത്തിൽ വരുമ്പോൾ മുടന്തനായ മനുഷ്യനെ കാണുകയാണ്. അവൻ സമ്പത്ത് ചോദിക്കുമ്പോൾ, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളതെല്ലാം നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക. അവൻ നരയാണി ഉറച്ച് കുതിച്ചെഴുന്നേറ്റ് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ചുവെന്നാണ്. യേശു വരുത്തിയ സൗഖ്യം വെറും ശാരീരിക സൗഖ്യം മാത്രമല്ല, അത് ശാരീരികവും ആത്മീകവുമായ ഒരു അംഗീകാരതയുടെ അടയാളവും കൂടെയാണ്. അതുകൊണ്ട് ഇന്നും മാനസികമായും ശാരീരികമായും വെല്ലുവിളിക്കപ്പെട്ടവരോടുള്ള ഐക്യദാർഢ്യം നമ്മുടെ സഭയുടെയും വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അവരോടുള്ള ബഹുമാനവും സ്നേഹവും ആദരവും നാം കാണിക്കണം. മദർ തെരേസ തൻ്റെ ജീവിതം ശാരീരികമായി വെല്ലുവിളിക്കപ്പെട്ടവരുടെയും കുഷ്ഠരോഗികളുടെയും അമ്മയായും ഔഷധമായും തീർന്നത്. പഴയ നിയമ കാലഘട്ടത്ത് കുഷ്ഠരോഗികൾ പാളയത്തിന് പുറത്താണ് താമസം. എന്നാൽ അവർക്കുള്ള അഭയവും അംഗീകാരതയും യേശു പുതിയ നിയമത്തിലൂടെ ഉറപ്പാക്കുകയാണ്. 10 കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കുകയാണ്. ദൈവം അംഗീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ മധ്യത്തിലുമുണ്ട് അഭയവും അംഗീകാരവും നഷ്ടപ്പെട്ടവർ. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയും അവരെ നമ്മൾ കരുതുകയും ചെയ്യണം. ഈ വേദഭാഗങ്ങളെ ആസ്പദമാക്കി ചില ചിന്തകൾ നമുക്ക് പ്രാർത്ഥനയോടെ ചിന്തിക്കാം. ഒന്നാമതായി, വൈകല്യങ്ങളുടെ മേൽ അംഗീകാരവും ആദരവും സൗഖ്യവും നൽകി പുതിയ നിയോഗങ്ങളിലേക്ക് ഉയർത്തുന്നവനാണ് നമ്മുടെ ദൈവം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. മോശ വിക്കനും തടിച്ച നാവുള്ളവനുമാണ്. അവൻ സ്വയം മറഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആരും എന്നെ അംഗീകരിക്കില്ല.
ആരും എന്നെ കേൾക്കില്ല എന്ന് പറഞ്ഞ് സ്വയം വിധിയെഴുതി മാറി നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അവനോട് സംസാരിക്കുകയാണ്, ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്, ഊമനെയും ചെകിടനെയും എല്ലാവരെയും സൃഷ്ടിച്ചവൻ ഞാനാണ്, നിന്റെ നാവോടുകൂടെ ഞാൻ ഇരിക്കും, നിന്നെ ഞാൻ ഉപയോഗിക്കും എന്ന് അവനൊരു ഉറപ്പ് കൊടുക്കുകയാണ്. മനുഷ്യബന്ധങ്ങൾ, സഭ, സമൂഹം കുറവുള്ളവരെ മാറ്റി നിർത്തുന്ന കാലഘട്ടമാണ്. കഴിവുള്ളവരെയും കഴിവില്ലാത്തവരെയും തമ്മിൽ വേർതിരിക്കുന്ന കാലഘട്ടം. വിദ്യാഭ്യാസമുള്ളവനെയും ഇല്ലാത്തവനെയും വേർതിരിക്കുന്ന കാലഘട്ടം. രോഗമുള്ളവനെയും രോഗമില്ലാത്തവനെയും വേർതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അംഗഹീനത ഇല്ലാത്തവനെയും അംഗഹീനത ഉള്ളവനെയും വേർതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് മോശയ്ക്ക് ദൈവം അംഗീകാരവും ആദരവും നൽകുന്നത്. നീ മാറി നിൽക്കേണ്ടവനല്ല, എല്ലാവരെയും സൃഷ്ടിച്ചവൻ ഞാനാണ്, വേണ്ടി വന്നാൽ ഒന്നുമില്ലായ്മയിലും നിന്റെ ബലഹീനതയിൽ നിന്നെ എനിക്ക് ഉയർത്തി ഉപയോഗിക്കുവാൻ കഴിയും, നിന്റെ വൈകല്യങ്ങളുടെ മേൽ ഞാനിരിക്കും. മോശയോട് പറയുകയാണ്, നിന്റെ സഹോദരനായ അഹരോനോട് നീ സംസാരിക്കുക, അഹരോൻ അത് ജനത്തോട് അറിയിക്കും. കഴിവുള്ളവരും കഴിവില്ലാത്തവരും സമൂഹത്തിൽ തുല്യരാണെന്നുള്ള ഒരു അവബോധമാണ് യേശു കർത്താവ് നമുക്ക് നൽകുന്നത്. അപൂർണതയുടെ മാഹാത്മ്യം ഞാനും നിങ്ങളും തിരിച്ചറിയണം. ജാപ്പനീസ് ഭാഷയിൽ VBCB എന്നറിയപ്പെടുന്നത് ബലഹീനതയുടെ അഴക് എന്നാണ്. അപൂർണതയുടെ 3 അഴകിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇൻ ബ്യൂട്ടി, ഇൻ പെർഫെക്ഷൻ. ആരും പൂർണ്ണരല്ല, ആരും തികഞ്ഞവരല്ല, ഒന്നും ശാശ്വതമല്ല. 1503 ഫ്രാൻസിലെ ലോബേഴ്സ് മ്യൂസിയത്തിൽ പ്രദർശനത്തിന് എത്തിയ ഒരു വിശ്വപ്രശസ്തി നേടിയ ഒരു ചിത്രമുണ്ട്. ലിയോനാർഡോ ഡാവിഞ്ചി വരച്ച മോണോലിസ എന്ന ചിത്രം. ഡാവിഞ്ചി ഈ ചിത്രത്തിന് വരയ്ക്കാത്ത 2 പുരികങ്ങൾ. മോണോലിസ എന്ന വ്യക്തി കരയാൻ പോകുകയാണോ ചിരിക്കാൻ പോകുകയാണോ? ഈ ചിത്രത്തിലെ സ്ത്രീക്ക് പുരികങ്ങളില്ല. വളരെ ജനപ്രസിദ്ധിയും ജനപ്രിയവും അംഗീകാരവും നേടിയ ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ തലക്കെട്ടിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: അപൂർണതയുടെ വില വളരെ വലുതാണ്. ജോൺ എഫ് കെന്നഡി ഗുരുതര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി 6 മാസക്കാലം രോഗകിടക്കയിലായിരുന്നു. കിട്ടുന്ന സമയമൊക്കെയും പുസ്തകങ്ങൾ വായിച്ച് ആ ആശുപത്രിയിൽ കിടക്കയിൽ വെച്ച് തയ്യാറാക്കിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് പ്രൊഫൈൽസ് ഇൻ കറേജ്. അമേരിക്കയിൽ ഈ പുസ്തകം ഏറ്റവും അധികം വിറ്റുപോയിരുന്നു. പ്രിയമുള്ളവരെ, അപൂർണതയുടെ മാഹാത്മ്യം നമ്മൾ തിരിച്ചറിയണം. എൻ്റെ ജീവിതത്തിൽ അപൂർണതയുണ്ട് എങ്കിൽ അതൊരു കുറവല്ല, അതൊരു നിറമാണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകണം. മോശയ്ക്ക് അത് തിരിച്ചറിയാൻ കഴിയാതെ പോയി. എങ്കിലും അവൻ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുമ്പോഴും മോശയെ ദൈവം തിരിച്ചു കൊണ്ടുവരികയാണ്. നീ അംഗീകാരമുള്ളവനാണ്, ആദരവുള്ളവനാണ്, നീ ജനത്തോട് സംസാരിക്കാൻ കഴിവുള്ളവനാണ്, പ്രാഗൽഭ്യമുള്ളവനാണ്, അതുകൊണ്ട് നീ മാറി നിൽക്കരുത്. ഇതുപോലെ നമ്മുടെ സമൂഹത്തിലും കഴിവില്ലാത്തവരെ, കുറവുള്ളവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിപ്പിക്കാനുള്ള ഒരു വലിയ കടമ നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കൾക്കുണ്ട്. നമ്മുടെ കുടുംബത്തിൽ മക്കൾ കഴിവ് കുറഞ്ഞവരാണ് എങ്കിൽ അവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരണം. സഭയിൽ ഉണ്ട് എങ്കിൽ അവരെ സഭയുടെ മുൻപിൽ കൊണ്ടുവരണം. സമൂഹത്തിലുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ മുൻപിലും അവരെ എത്തിപ്പിക്കുവാനായിട്ട് നമ്മൾ വളരെ ഉത്തരവാദിത്വമുള്ളവർ ആയിരിക്കണം. അപൂർണതയെ കരുതുന്നവനും അംഗീകരിക്കുന്നവനുമാണ് നമ്മുടെ ദൈവം. ദ ഗോഡ് ഇൻ പെർഫെക്ഷൻ ഓഫ് കെയറിങ് ആൻഡ് അക്സെപ്റ്റ്. സങ്കീർത്തനം 27:10 പറയുന്നു, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. മനുഷ്യൻ അംഗീകരിക്കില്ല, മാറ്റി നിർത്തും, ബന്ധങ്ങൾ മാറ്റി നിർത്തും. എല്ലാവരും മാറ്റി നിർത്തുമ്പോഴും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ മദർ തെരേസയുടെ ചാരിറ്റി ഓഫ് ട്രസ്റ്റ് രാജീവ് ഗാന്ധി സന്ദർശിക്കുമ്പോൾ ആ അമ്മ അല്പം തിരക്കിലായിരുന്നു. അങ്ങനെ ഈ രാജീവ് ഗാന്ധിക്ക് ഒരുക്കി കൊടുത്ത ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ചിത്രങ്ങളെ വീക്ഷിക്കുമ്പോൾ അദ്ദേഹത്തെ 2 ചിത്രങ്ങൾ വല്ലാതെ ആകർഷിച്ചു. ഒന്ന് കുഷ്ഠരോഗിയുടെ മുറിവുകൾ കഴുകുന്ന ചിത്രവും ഈ കുഷ്ഠരോഗിയെ ഈ അമ്മ ചുംബിക്കുന്ന ചിത്രവും. കുഷ്ഠരോഗികൾ സമൂഹത്തിൽ അംഗീകാരം നഷ്ടപ്പെട്ടവരാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ കുഷ്ഠരോഗികളെ പാളയത്തിന് പുറത്താണ് താമസിപ്പിച്ചിരുന്നത്. ഇവിടെയാണ് ഈ മദർ തെരേസ എന്ന പാവപ്പെട്ട അമ്മയുടെ ശുശ്രൂഷ ശ്രദ്ധേയമാകുന്നത്. വഴിയരികിൽ കുഷ്ഠരോഗികളായും മറ്റ് ബലഹീനരായും കഴിയുന്നവരെ, സമൂഹം തള്ളപ്പെട്ടവർ, ഒതുക്കപ്പെട്ടവർ, അപൂർണതയിൽ ജനം അവരെ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. അവരെ തിരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് തൻ്റെ ട്രസ്റ്റിൽ അവരെ പാർപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. 2 ശമൂവേൽ 9-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ
യോനാഥാൻ്റെ മകനായ മെബീബോശത്തിന് ലഭിക്കുന്ന അംഗീകാരവും ആദരവും വളരെ ശ്രേഷ്ഠമാണ്. രണ്ടു കാലം മുടന്തനായ മെബീബോശത്ത് മാഖീരിൻ്റെ വീട്ടിൽ കഴിയുകയാണ്. ദാവീദ് പറയുകയാണ്, യോനാഥാൻ മുഖാന്തരം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് പറയുകയും ആ മെബീബോശത്തിനെ ഈ ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവരികയും ചെയ്യുന്നു. ഒന്നാമതായി ദാവീദ് അവനെ സ്നേഹിക്കുകയും ആദരിക്കുകയും അവനോട് ദയ കാണിക്കുകയും വിഭവസമർത്ഥമായ ഭക്ഷണം തൻ്റെ തീന്മേശയിൽ ഒരുക്കുകയും തനിക്ക് നഷ്ടപ്പെട്ട നിലവും പുരയിടവും മടക്കി കൊടുക്കുകയും ഇതിന് തന്നെ സേവിക്കേണ്ടതിന് ദാസിദാസന്മാരെ നിയോഗിക്കുകയും അതോടൊപ്പം തന്നെ ഒരു രാജകുമാരനെ പോലെ ആ കൊട്ടാരത്തിൽ അവൻ കഴിയുകയാണ്. ദാവീദ് മെബീബോശത്തിന് കൊടുക്കുന്ന അംഗീകാരം ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അംഗീകാരമാണ്, പദവിയാണ്, ആദരവാണ്. വിശന്ന് കഴിയുന്ന അനാഥനോട് തിരസ്കരണം കാണിക്കുകയാണ്. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവനോട് തിരസ്കരണം കാണിക്കുകയാണ്. കഴിവില്ലാത്തവരോട് തിരസ്കരണം കാണിക്കുകയാണ്. സമ്പത്തില്ലാത്തവരോട് തിരസ്കരണം കാണിക്കുകയാണ്. ഇവിടെയാണ് ദാവീദ് മെബീബോശത്തിനെ കരുതുന്ന ശുശ്രൂഷ ഏറ്റവും അർത്ഥവത്തായിട്ട് മാറുന്നത്. അപൂർണതയിൽ തളരാതിരിക്കുക, ഇംപെർഫെക്ഷൻ ഓഫ് ടയേർഡിങ്. 1809 ലൂയി ബ്രെയിലി ഫ്രാൻസിൽ ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹം വളർന്ന് അപ്പനെ ആലയിൽ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പഴുത്ത ഇരുമ്പിൻ്റെ ഖനി കണ്ണിൽ വീണു, അന്ധനായി മാറി. അങ്ങനെ തളരാതെ ബ്രെയിലി ലിപി കണ്ടുപിടിച്ചു. കോടിക്കണക്കിന് ആളുകൾ ബ്രെയിലി ലിപി ഉപയോഗിക്കുകയാണ്. നമ്മുടെ അപൂർണതയിൽ നാം ഒരിക്കലും തളരാതിരിക്കുക. ഓസ്ട്രേലിയയിലെ വേൾഡ് റെക്കോർഡിട്ട ഒരു വ്യക്തിയാണ് മോറിസ് ജെഫേഴ്സൺ. അദ്ദേഹത്തിന് 2 കൈയുമില്ല. ഈ 2 കൈയുമില്ലാത്ത മനുഷ്യനാണ് ഓസ്ട്രേലിയൻ സ്വിമ്മിങ്ങിൽ, നീന്തലിൽ വേൾഡ് റെക്കോർഡ് തിരുത്തി കുറിച്ചത്. അന്ന് ആരോഗ്യമുള്ളവർ, 2 കൈയുള്ളവർ, എല്ലാ തരത്തിലും ഫിസിക്കലായിട്ട് സ്റ്റെബിലിറ്റി ഉള്ളവർ ഉണ്ടായിരുന്ന ഇടത്തു നിന്നാണ് ഈ 2 കൈയുമില്ലാത്ത മോറിസ് ജെഫേഴ്സൺ വേൾഡ് റെക്കോർഡ് തിരുത്തി കുറിച്ചത്. ഞാൻ കൈയില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് തളർന്നു പോയെങ്കിൽ നിശ്ചയമായും അവൻ ഒതുക്കപ്പെടുമായിരുന്നു. ആ മനോഭാവം വെടിഞ്ഞ് അവൻ മുന്നോട്ട് വന്നപ്പോൾ അവൻ കൂടുതൽ ഉയരങ്ങൾ തിരുത്തി കുറിക്കുവാൻ ഇടയായി. ഈ മോശയെ ദൈവം പിന്നത്തേതിൽ വളർത്തി വലുതാക്കി അനേക മക്കൾക്ക് ഇസ്രായേൽ ജനത്തിന് നടത്തിപ്പുകാരനായി, സംരക്ഷകനായി, അത്ഭുതങ്ങൾ ചെയ്യുന്നവനായി, അനേക തലങ്ങളിൽ വരെ ഈ വിക്കനും തടിച്ച നാവുള്ളവനുമായ മോശയെ ദൈവം ഉയർത്തുകയാണ്. പക്ഷേ അവൻ സ്വയം ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം അവനെ മുൻപന്തിയിൽ കൊണ്ടുവന്ന് ഉന്നതനാക്കി മാറ്റുകയാണ്. മോശ ഇന്ന് അറിയപ്പെടുന്നവനായി, ദൈവത്തോട് മുഖാമുഖമായി സംസാരിക്കുന്നവനായി, ഇസ്രായേൽ ജനത്തിന് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നവനായും, നിലവിളിക്കുന്നവനായും, അവനെ വീണ്ടെടുക്കുന്നവനായും, ന്യായപാലനം ചെയ്യുന്നവനായും, രക്ഷിക്കുന്നവനായും മോശ പ്രവർത്തിക്കുകയാണ്. അന്ന് ദൈവം കൊടുത്ത ആദരവും സ്നേഹവും അംഗീകാരവുമാണ് മോശയെ ഒരു ഉന്നതമായ തലത്തിലേക്ക് കൊണ്ടുവന്നത്. അപൂർണതയെ കുറ്റം പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നവരായിട്ടല്ല, ആ അപൂർണതയുടെ മേൽ പ്രവർത്തിക്കുന്നവർ ദൈവകരം ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് നമ്മുടെ കർത്തവ്യവും ഉത്തരവാദിത്വവും സഭയുടെ ദൗത്യവും. അത് തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവർത്തിക്കാം. രണ്ടാമതായി, നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ക്രിസ്തുവിൻ്റെ ശക്തിയും കൃപയും ഉറപ്പും ധൈര്യവും കരുതലും ആശ്വാസവുമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉൾക്കരുത്തും നമ്മുടെ സാക്ഷ്യ ജീവിതത്തിൻ്റെ ദർശനവും. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. രോഗം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ആത്മാവിനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ശരീരത്തിൻ്റെ പൂർണ്ണതയെയും പ്രവർത്തനശേഷിയെയും ബാധിക്കുന്നതിനാൽ രോഗം ഒരു ശാരീരിക പ്രശ്നമാണ്. രോഗം വ്യക്തിയെ മാനസികമായി തളർത്തുകയും ആശങ്കകളും ആകുലതകളും സൃഷ്ടിച്ച് രോഗവ്യഥയാൽ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം എല്ലാം അനുഭവിച്ചിട്ടുള്ളവരാണ്. ഒരു ചെറിയ പ്രയാസം വന്നാൽ അത് നമ്മുടെ ശരീരത്തെ മുഴുവനും, ശരീരത്തിൻ്റെ സകല പ്രവർത്തനങ്ങളെയും ബാധിക്കുകയാണ്. ഒരു ഊർജ്ജമില്ലാത്തവരായി നമ്മൾ ജീവിക്കുകയാണ്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 39-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ മാത്രമേയുള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവിൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. മാക്ബത്ത് എന്ന പ്രശസ്ത നാടകത്തിൽ വില്യം ഷേക്സ്പിയർ പറഞ്ഞിരിക്കുന്ന സെന്റൻസ് ഏറ്റവും അർത്ഥവത്താണ്. ലേഡി മാക്ബത്തിനെ ചികിത്സിച്ച ഡോക്ടർ ഇപ്രകാരം പറയുകയാണ്, ദിസ് ഡിസീസ് ഈസ് മൈ ബിയോണ്ട് മൈ പ്രാക്ടീസ് മോർ നീഡ്സ് ഷീ ദ ഡിവൈൻ ദാൻ ദ ഫിസിഷ്യൻ. ഈ രോഗം എൻ്റെ ചികിത്സയ്ക്ക് അതീതമാണ്, ഇവൾക്ക് വൈദ്യനേക്കാൾ ആവശ്യം ദൈവത്തെയാണ്.
നമ്മുടെ കർത്താവ് മുറിവുകളെ കെട്ടുന്നവനാണ്, കൊല്ലുന്നവനാണ്, ജീവിപ്പിക്കുന്നവനാണ്, തകർക്കുന്നവനാണ്. അവസാനം പറഞ്ഞ് അവിടെ നിർത്തുന്നത് അവൻ സൗഖ്യമാക്കുന്നവനാണ്. അമേരിക്കൻ വാഷിങ്ടൺ സിറ്റിയിലെ ഡോക്ടർ ഡെയിൽ മാത്യൂസ് ആരോഗ്യ മേഖലയിൽ നല്ല പരിചയസമ്പന്നനായ ഒരു ഡോക്ടറാണ്. ഔഷധ കുറിപ്പിനൊപ്പം രോഗികൾക്ക് ബൈബിൾ വാക്യങ്ങൾ കൂടി എഴുതി കൊടുക്കുന്ന ഒരു ശീലം അദ്ദേഹത്തിനുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഒരു രോഗിക്ക് ഇപ്രകാരം എഴുതി കൊടുത്തു. 1 ദിനവൃത്താന്തം 22-ാം അധ്യായം 13-ാം വാക്യം: നാം ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ ഭ്രമിക്കുകയോ അരുത്, ദൈവം നമ്മോട് കൂടെയുണ്ട്. ദീർഘകാലം മൈഗ്രെയിൻ മൂലം വലിയ തലവേദന അനുഭവപ്പെട്ട ഫെലിസിയാന എന്ന സ്കൂൾ അധ്യാപികയ്ക്ക് ഈ ഡോക്ടർ മരുന്ന് കുറിച്ച് കൊടുത്ത ശേഷം ഒരു ബൈബിൾ വാക്യം കൂടെ എഴുതി കൊടുത്തു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ ഡോക്ടറുടെ മേശപ്പുറത്ത് ആധുനിക മെഡിക്കൽ ഉപകരണങ്ങളോടൊപ്പം ഗ്രന്ഥങ്ങളോടൊപ്പം ഒരു വിശുദ്ധ വേദപുസ്തകവും അദ്ദേഹം വച്ചിട്ടുണ്ട്. രോഗികൾക്ക് മരുന്നിനൊപ്പം ഈ ദൈവവചനവും എഴുതി കൊടുക്കുക പതിവാണ്. പൗലോസ് ഇവിടെ പറയുകയാണ്, ബലഹീനതയിലല്ലാതെ എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. ഇതൊരു പോസിറ്റീവായ ചിന്തയാണ്. ബലഹീനതകൾ വരുമ്പോൾ തളർന്നു പോകുന്നവരാണ് ഇന്നത്തെ മനുഷ്യ സമൂഹം മുഴുവനും. ഒരു ചെറിയ നിസാര പ്രതിസന്ധി വരുമ്പോൾ മനുഷ്യൻ തളർന്നു പോവുകയാണ്. ഇന്ന് പൗലോസിനെ പോലെ എത്ര പേർക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ കഴിയുന്നു? ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എനിക്ക് ശക്തി പകരും, ദൈവം എന്നെ സൗഖ്യമാക്കും, ദൈവം എന്നെ ഈ ബലഹീനതയിൽ എന്നെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയുന്നു? പൗലോസ് പറയുകയാണ്, എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതയിലല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല എന്ന് പറയുന്നു. ഞാൻ പ്രശംസിക്കുവാൻ വിചാരിച്ചാലും മൂഢനാകയില്ല, സത്യമല്ലോ ഞാൻ പറയുന്നത്. എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ നിങ്ങൾ വേറെ ഒന്നും ആഗ്രഹിക്കരുത്, ഞാൻ അശക്തനാണ്. എങ്കിലും ഈ ജഡത്തിലുള്ള ശൂലം മാറിപ്പോകുവാൻ വേണ്ടി 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, നിന്റെ ബലഹീനതയിൽ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. എത്ര അർത്ഥവത്തായിട്ടാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. ആ ചെറിയ ബലഹീനതകളിലാണ് ക്രിസ്തുവിൻ്റെ ശക്തി ആവസിച്ച് നിലനിർത്തുവാനും ദൈവകൃപയോടെ നമുക്ക് പ്രവർത്തിക്കുവാനുള്ള പ്രചോദനവും ലഭിക്കുന്നത്. പൗലോസും ദൈവവുമായി ബലഹീനതയിൽ ഒരു കൂട്ടായ ബന്ധം ഉടലെടുക്കുകയാണ്. 1954 വെല്ലൂർ ആശുപത്രിയിൽ ഒരു ബസ് അപകടത്തിൽ ഏതാനും പേർ മരണമടയുകയുണ്ടായി. അതിലുണ്ടായിരുന്ന ഒരു ലേഡി ഡോക്ടറായ മേരി വർഗീസ് അപകടത്തിൽപ്പെട്ടു. തൻ്റെ നട്ടെല്ല് ഒടിഞ്ഞ് ഏതാനും ദിവസം ബോധരഹിതയായി കഴിഞ്ഞു. തൻ്റെ ശരീരത്തിൽ നട്ടെല്ലിന് വളരെ ശ്രമകരമായ ഓപ്പറേഷൻ നടത്തി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഡോക്ടർ ബ്രാൻഡ് അവളുടെ സമീപേ വന്നിരുന്നു ഇപ്രകാരം പറഞ്ഞു: കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ നിനക്ക് ഒരു വീൽ ചെയറിൽ ഇരിക്കുവാൻ കഴിയും. അവളുടെ കണ്ണുകൾ തിളങ്ങി. അങ്ങനെയെങ്കിൽ എനിക്ക് പ്രവർത്തിക്കുവാനും സാധിക്കും. പരിശീലനം സിദ്ധിച്ച ഒരു തലച്ചോറും ബലമുള്ള 2 കരങ്ങളും ദൈവം എനിക്ക് നൽകിയിട്ടുണ്ടല്ലോ. എൻ്റെ കൈകളെ എടുക്കുക, എൻ്റെ അവസരങ്ങളെ എടുക്കുക എന്ന ഇംഗ്ലീഷ് പാട്ടിൻ്റെ ഇരടികൾ അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. അവൾ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ലോകം കണ്ടു. അംഗവൈകല്യം സംഭവിച്ചവർക്ക് കൃത്രിമമായവ നൽകി ജീവിതായോധനത്തിനായി സജ്ജമാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ അവൾ ദീർഘനാളുകൾ പ്രവർത്തിച്ചു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രശംസാപത്രം ലഭിച്ച ഡോക്ടർ മേരി വർഗീസ് ഡെറോത്തി വിൽസൺകാർക്ക് രചിച്ച എൻ്റെ കരങ്ങളെ എടുക്കുക എന്ന പ്രശസ്ത പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ ചില വരികൾ ഉദ്ധരിക്കുകയാണ്: നമുക്ക് എന്ത് ഭവിക്കുന്നു എന്നതല്ല, അവയോടുള്ള നമ്മുടെ പ്രതികരണമാണ് പ്രധാനം. ദുരന്തങ്ങൾ ചിലരെ തളർത്തുമ്പോൾ മറ്റു ചിലർ ഉയർത്തെഴുന്നേറ്റ് ഫലകരമായി ജീവിക്കുന്നു എന്നുള്ളത് എത്ര സത്യം. തട്ടാൻ്റെ മൂശയിൽ എത്ര പ്രകരമേറ്റതാണ് സ്വർണ്ണക്കട്ടി. ഇന്നത് മനോഹരമായ ആഭരണമായി മാറിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെട്ടിട്ടുള്ള ഇതുപോലെയുള്ള എത്ര ജീവിതങ്ങൾ. ഈ പൗലോസും ബലഹീനതയിൽ നിന്നുകൊണ്ടാണ് അനേക സഭകൾക്ക് ലേഖനം എഴുതുന്നതും അനേക സഭകളെ മുന്നോട്ട് നയിക്കുന്നതും അനേക സഭകൾക്ക് നേതൃത്വം കൊടുക്കുന്നതും അനേകരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നതും ശരീരത്തിൽ ബലഹീനത ഏറ്റുകൊണ്ടാണ്. ക്രിസ്തു നിമിത്തം ഞാൻ എല്ലാം സഹിക്കുവാൻ ഞാൻ ഒരുക്കമാണ്. അങ്ങനെ ഒരു ബലഹീനത ഉണ്ടാകുമ്പോഴും ദൈവം ശക്തി പകരും, ദൈവം കൃപ പകർന്നുകൊണ്ടേ ഇരിക്കും. രത്നം ഉരച്ച് തിളക്കം കൂട്ടുകയാണ്. മനുഷ്യൻ വേദനകളിലൂടെ പരിപൂർണരാകുന്നു എന്നൊരു ചൈനീസ് പഴമൊഴിയുണ്ട്. ജോൺ പാട്രിയാക്ക് പറയുന്നത് ഇങ്ങനെയാണ്: വേദന മനുഷ്യനെ ചിന്തിപ്പിക്കുന്നു, ചിന്ത മനുഷ്യനെ ജ്ഞാനിയാക്കുന്നു, ജ്ഞാനം ജീവിക്കാൻ ശക്തി നൽകുന്നു,
വേദനകൾ ദൈവത്തിന് നമ്മെ കൂടുതൽ സ്വീകാര്യമാക്കാൻ സഹായിക്കുന്നുവെന്നാണ്. യെശയ്യാ പുസ്തകം 33-6 പറയുന്നു, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി ഞാൻ നിന്നെ സൗഖ്യം ആക്കും. ആ ബലഹീനതയിൽ ദൈവം എന്നോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടെ ശക്തിയോടെ നീങ്ങി കൂടുതൽ ചലനാത്മകമായി പ്രവർത്തിപ്പാൻ ദൈവം നമുക്ക് നമ്മുടെ ബലഹീനതകൾ ദൈവം സഹായിക്കട്ടെ. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ക്രിസ്തുവും രോഗിയും വിശ്വാസത്തിലൂടെ മാത്രം ഉടലെടുക്കുന്ന ശക്തമായ ബന്ധവും കൂട്ടായ്മയുടെ അനുഭവമാണ് സൗഖ്യം എന്ന് പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9 1 മുതൽ 7 വരെയുള്ള തിരുവെഴുത്തുകൾ. ഏത് സൗഖ്യത്തിനിടയിലും കാണാൻ കഴിയുന്ന ഒന്നാണ് രോഗിയും ദൈവവുമായുള്ള ശക്തമായ ബന്ധം. ഈ ശക്തമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉരുവായി വരുന്ന ഒന്നാണ് സൗഖ്യം എന്ന് പറയുന്നത്. അതിന് രോഗി ദൈവിക ഇഷ്ടത്തോട് അനുരൂപപ്പെടുകയും ആ വിശ്വാസത്തോട് ആഴപ്പെടുകയും ചെയ്യുകയാണ്. ഇവിടെ ഒരു ദൈവപ്രവൃത്തിയും അതിലൂടെ ഉളവാകുന്ന ഒരു സൗഖ്യവും ഇവിടെ ഉടലെടുക്കുകയാണ്. ആ സൗഖ്യം അന്നത്തെ പ്രതിസന്ധി നിറഞ്ഞ സമൂഹത്തിന് ഒരു സാക്ഷ്യമായി മാറുകയാണ്. കാഴ്ചയില്ലായ്മ എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തെ ഇരുളിലേക്ക് വലിച്ചെറിഞ്ഞ് വിട്ടുകൊടുത്ത് ഇല്ലാതിരിക്കുകയല്ല. കാഴ്ച ഇല്ലായ്മ എന്ന് പറയുന്നത് ആ പ്രതിസന്ധിയിലും ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി തെളിവോടെ കാണുക എന്നുള്ളതാണ്. ബർത്തിമായി പല പ്രതിസന്ധികൾക്കിടയിലും നിലവിളി ഉയർത്തുകയാണ്. ശിഷ്യന്മാർ പറഞ്ഞു, അന്ന് സമൂഹത്തിലുള്ളവർ പറഞ്ഞു, നീ മിണ്ടാതിരിക്കണം, നീ ഒന്നും മിണ്ടരുത്, മിണ്ടാതെ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കണം എന്ന് നിർബന്ധിക്കുമ്പോഴും അവൻ്റെ ഹൃദയവേദനയിൽ അവൻ ആഴമായിട്ട് നിലവിളിക്കുകയാണ്. ആ നിലവിളിയാണ് യേശുവിനെ അവനിലേക്ക് അടുപ്പിക്കുന്നത്. ആ നിലവിളി കാഴ്ചയായി മാറുകയാണ്. രോഗിയും ദൈവവുമായി ആശയപരമായും സ്പർശനപരമായും സംസാരപരമായും വിശ്വാസപരമായും പ്രാർത്ഥനാപരമായും ആവിർഭവിക്കുന്ന ശക്തമായ ബന്ധം. ഇവിടെ കുരുടൻ്റെ അകക്കണ്ണ് തുറന്നപ്പോൾ അവൻ്റെ ഉൾതലം വെളിച്ചമായി മാറി. ആ വെളിച്ചമാണ് അവൻ്റെ മങ്ങിയ പുറംകണ്ണിലേക്ക് വ്യാപരിക്കുന്നതും അവൻ്റെ കണ്ണ് തുറക്കപ്പെടുന്നതും അത് പ്രകാശമായി മാറുന്നത്. കൂടാര പെരുന്നാൾ സമയത്ത് യെരുശലേമിലാണ് ഈ സംഭവം നടക്കുന്നത്. കഷ്ടതയും രോഗവും പാപത്തിൻ്റെ ഫലമാണെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം. അന്ധനായ മനുഷ്യന് സ്വയപ്രയത്നം കൊണ്ട് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുകയില്ല. അവൻ വെളിച്ചത്തെ അഭിമുഖീകരിച്ചപ്പോൾ അതിനെ സ്വീകരിക്കുവാൻ അവൻ മനസ്സ് വയ്ക്കുകയും ഹൃദയമൊരുക്കുകയും ചെയ്തപ്പോൾ അതവന് സൗഖ്യമായി മാറുകയാണ്. രോഗിയും ദൈവവുമായി ഉടലെടുക്കുന്ന ഒരു ശക്തമായ ബന്ധമാണ് സൗഖ്യത്തിലേക്ക് നയിക്കുന്നത്. ഈ മനുഷ്യൻ പറയുന്ന ചില സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതിലൊന്നാമത്തെ സാക്ഷ്യമാണ് യേശു എന്ന് പറയുന്ന സാക്ഷ്യം. ഇതാണ് ദൈവവുമായുള്ളൊരു ശക്തമായ ബന്ധം. ആ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിലും യേശുവിനെ ഉയർത്തുന്ന കുരുടനായ മനുഷ്യൻ. കാഴ്ച പ്രാപിക്കുന്നവന്, സൗഖ്യം ലഭിക്കുന്നവന് ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് ഈ സർവശക്തനായ ദൈവത്തെ സാക്ഷിക്കുന്ന അനുഭവങ്ങൾ. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് അവനൊരു പ്രവാചകൻ എന്ന് പറഞ്ഞു. നാലാമതായി അവിടെ പറയുന്നത്, ഈ വിസ്താരങ്ങൾക്കൊടുവിൽ വീണ്ടും പറയുകയാണ്, അവൻ പാപിയോ അല്ലയോ എന്നെനിക്കറിയില്ല, ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു എന്നുത്തരം പറഞ്ഞു. ചോദ്യങ്ങളുടെ നടുവിൽ, ഈ വിസ്താരങ്ങളുടെ നടുവിൽ ദൈവമെന്ന ബന്ധത്തെ മുറിച്ചു കളയാനോ ഉലച്ചു കളയുവാനോ തകർത്തു കളയാനോ അവൻ തയ്യാറാകുന്നില്ല. ആ ദൈവത്തെക്കുറിച്ച് അധികമായിട്ടുള്ള സാക്ഷ്യം ഇവിടെ ഈ മനുഷ്യൻ പ്രസ്താവിക്കുകയാണ്. വീണ്ടും നാലാമതായി പറയുന്ന സാക്ഷ്യമാണ്, നിങ്ങൾക്കും അവൻ്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ? ഞാൻ ആ യേശുവിൻ്റെ ശിഷ്യനായി മാറുകയാണ്. നിങ്ങൾക്കും ശിഷ്യനാകാൻ മനസ്സുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അഞ്ചാമതായി പറയുന്ന സാക്ഷ്യമാണ്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. ആറാമതായി പറയുന്ന സാക്ഷ്യമാണ്, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ലാതെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുകയില്ല. ദൈവത്തെക്കുറിച്ച് ആ അമ്മയപ്പന്മാർ പോലും ലജ്ജിച്ച് മാറി നിൽക്കുമ്പോൾ, അവനിൽ ആ വിഷയത്തെ സമർപ്പിച്ച് മാറി നിൽക്കുമ്പോൾ ശക്തമായി ദൈവവുമായുള്ള ബന്ധത്തെ ഈ കുരുടനായ മനുഷ്യൻ വെളിപ്പെടുത്തുകയാണ്. ഇത് ശക്തമായ ബന്ധത്തിലൂടെ ഉടലെടുക്കുന്ന ഒരു സൗഖ്യമാണ്. അതൊരു വിശ്വാസമാണ്. അതൊരിക്കലും വാഗ്വാദങ്ങൾക്കോ ചില വാക്കുകൾക്കോ പരീശന്മാരുടെ വാക്കുകളിൽ മുറിച്ചു കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല. അത് ശക്തമായ ബന്ധമാണ്. അതനുഭവിച്ച ബന്ധമാണ്. അത് ചേർത്ത് പിടിച്ച ബന്ധമാണ്. രക്ഷ ചെയ്ത ബന്ധമാണ്. അനുഗ്രഹിച്ച ബന്ധമാണ്. കാണാൻ കഴിയാത്ത കണ്ണിനെ പ്രകാശിപ്പിച്ച ബന്ധമാണ്. എന്നെ ക്രിസ്തുവിലേക്ക്
അടുപ്പിച്ച, സർവശക്തനായ ദൈവത്തെ തിരിച്ചറിയുവാൻ പഠിപ്പിച്ച ബന്ധമാണ്. നിങ്ങളുടെ മുൻപിൽ വെളിച്ചമുണ്ടായിരുന്നിട്ടും നിങ്ങൾക്ക് ആ വെളിച്ചത്തെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഈ മനുഷ്യൻ ആ വെളിച്ചത്തെ കാണുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വെളിച്ചത്തെ നമുക്ക് കാണുവാൻ കഴിയണം. ഈ വെളിച്ചത്തെ കാണുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാകുന്നത്, പ്രതിസന്ധികൾക്കും ഇടയിലും സാക്ഷ്യം കൽപ്പിക്കുവാൻ കഴിയുന്നത്. കണ്ടിട്ട് ഈ ദൈവത്തെ ആരാണെന്ന് ജീവിതത്തിൽ ഇന്നുവരെയും അനുഭവിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ കണ്ണ് കുരുടാണ്. നാം കാണുന്ന കണ്ണുകളുണ്ടെങ്കിലും കുരുടന്മാരായി ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. വിസ്താരവും പുറത്താക്കലും കഴിഞ്ഞ് ധൈര്യഹീനരായിരിക്കുന്ന ആ മനുഷ്യനെ യേശു കണ്ടുമുട്ടി ധൈര്യപ്പെടുത്തുന്നു. തന്നിലുള്ള വിശ്വാസത്താൽ അവനെ ഉറപ്പിക്കുകയാണ്. കാഴ്ച പ്രാപിച്ചവൻ യേശുക്രിസ്തുവിനെ അഭിമുഖീകരിച്ചപ്പോൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. വെളിച്ചം അവൻ്റെ മുൻപിൽ പ്രകാശിച്ചപ്പോൾ അവനത് പൂർണ്ണമായി സ്വീകരിക്കുകയാണ്. എന്നാൽ മറുത്തുകൂടാത്ത അടയാളങ്ങളും വെളിച്ചവും ദർശനങ്ങളും കണ്ടിട്ടും യഹൂദന്മാർ ഈ വെളിച്ചത്തെ നിരാകരിക്കുകയാണ്. 1998 മാർച്ച് മാസം പ്രസിദ്ധപ്പെടുത്തിയ റീഡേഴ്സ് ഡൈജസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം ഇവിടെ അർത്ഥവത്താണ്. ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്ന പ്രസിദ്ധമായ ഒരു ആശുപത്രിയിൽ ക്യാൻസർ രോഗവിഭാഗത്തിൻ്റെ തലവനായി ജോലി ചെയ്യുന്ന ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് തൻ്റെ അനുഭവം ഇവിടെ വിവരിക്കുകയാണ്. അത്യാസന്ന നിലയിൽ അവിടെ കഴിയുന്ന ഒരു രോഗിയെ സന്ദർശിക്കുവാൻ എല്ലാ ആഴ്ചയും 2 ദിവസം ഒരു പ്രാർത്ഥന ഗ്രൂപ്പുകാർ വന്നുകൊണ്ടിരുന്നു. അവർ ദിവസവും കുറേ സമയം രോഗികളുടെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് സമയം ചിലവഴിക്കാറുണ്ട്. പ്രാർത്ഥനയിൽ വിശ്വാസമോ താല്പര്യമോ ഇല്ലാത്ത ആ ഡോക്ടർ ഒരു ദിവസം പ്രാർത്ഥനക്കാരോട് പറഞ്ഞു, ഈ രോഗി കൂടി വന്നാൽ 3 മാസം കൂടി ജീവിച്ചിരിക്കും. ഇവരെ രക്ഷപ്പെടുത്തുവാൻ വൈദ്യശാസ്ത്രത്തിന് സാധ്യമല്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്രയും സമയം നഷ്ടപ്പെടുത്തുന്നത്? അതിന് അവരിലൊരാൾ, യേശുക്രിസ്തു മരിച്ചവനെ ഉയർപ്പിച്ചവനാണ്, ഞങ്ങളുടെ ദൈവം സൗഖ്യം കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞ് ആ ഡോക്ടർ അവിടെ നിന്നും 50 മൈൽ അകലെയുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് സ്ഥലം മാറിപ്പോയി. 1 വർഷം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും തിരികെ ആശുപത്രിയിലെത്തി. അപ്പോൾ അവിടെയുള്ള ഒരു ജോലിക്കാരി അത്യാസന്ന നിലയിൽ കിടന്നിരുന്ന ആ പഴയ ക്യാൻസർ രോഗിയെപ്പറ്റി ഡോക്ടറോട് പറഞ്ഞു. അത്ഭുതത്തോടെ അദ്ദേഹം ചോദിച്ചു, ഈസ് ഷീ സ്റ്റിൽ അലൈവ്? ആ സ്ത്രീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു? ജോലിക്കാരി പറഞ്ഞു, ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നു. വിശ്വസിക്കാൻ കഴിയാതിരുന്ന ഡോക്ടർ ആ സ്ത്രീയെ നേരിൽ കണ്ട് അവരെ പല പരീക്ഷണങ്ങൾക്കും വിധേയമാക്കി. അത്ഭുതം തന്നെ, ആ സ്ത്രീയിൽ ക്യാൻസർ രോഗത്തിൻ്റെ ഒരു ലക്ഷണവുമില്ല. പിന്നീട് അനേക വർഷം ആ സ്ത്രീ ആരോഗ്യവതിയായി ജീവിച്ചു. ഈ സംഭവം ആ ഡോക്ടറുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി തീർന്നു. അദ്ദേഹം ആ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ വരുത്തി എല്ലാ ആഴ്ചയും ആശുപത്രിയിലെ എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥന ക്രമീകരിച്ചു. അതിൻ്റെ ഫലമായി രോഗികളിൽ കാര്യമായ പുരോഗതി ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടു. അമേരിക്കയിൽ പല ആശുപത്രികളിലും ഇപ്പോൾ മരുന്നിനൊപ്പം പ്രാർത്ഥനയും രോഗശാന്തിക്കായി ഉപയോഗിക്കുന്നുവെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. 1 യോഹന്നാൻ 5-ാം അധ്യായം 14-ാം വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു. ഒരു പ്രസിദ്ധനായ ഡോക്ടറുടെ മുറിയിൽ എഴുതിയിരിക്കുന്ന വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഗോഡ് ഹീൽസ് ആൻഡ് ഡോക്ടർ ഗെറ്റ് ദ ക്രെഡിറ്റ്. നമ്മുടെയും ജീവിതത്തിൽ ദൈവവും നാമുമായുള്ള നമ്മുടെ ജീവിതാവസ്ഥകളുമായുള്ള താതാത്മ്യമായ ബന്ധം ജീവിതത്തിൽ വലിയവ സൃഷ്ടിക്കും, വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. അത് പ്രതിസന്ധികളെ അതിജീവിച്ചുള്ളൊരു സാക്ഷ്യമൊരുക്കും. ഏത് പ്രതിസന്ധികൾക്കിടയിലും ആ കർത്താവുമായുള്ള വിശ്വാസത്തിലും ദൈവിക ബന്ധത്തിലും നമുക്ക് വളരുവാനായിട്ട് കഴിയും. ഏത് മുറിപ്പാടുകൾ നമ്മെ അകറ്റിയാലും, ഏത് വാക്കുകൾ നമ്മെ ബന്ധിക്കാൻ ശ്രമിച്ചാലും ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകാത്തതാണ്, അറ്റുപോകാത്തതാണ്. ആ ബന്ധം നമ്മെ വിടുവിക്കുന്ന ബന്ധമാണ്, സ്നേഹിക്കുന്ന ബന്ധമാണ്, സൗഖ്യമാക്കുന്ന ബന്ധമാണ്. വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല, ആര് നമ്മെ പുറത്താക്കിയാലും ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണ്. ദൈവം സർവശക്തനാണ്, യഹോവ റാഫയാണ്, സൗഖ്യമാക്കുന്ന യഹോവയാണ്. നമുക്കും ആ സാക്ഷ്യത്തെ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ജീവിക്കാം. അപൂർണതയിൽ നമ്മൾ തളർന്നു പോകാതെ, അപൂർണത ഒരു അംഗീകാരമായി ദൈവം കാണുമ്പോൾ അപൂർണതയുടെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പൗലോസ് പറയുന്നത് പോലെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ക്രിസ്തുവിൻ്റെ ശക്തിയും കൃപയും ഉറപ്പും ധൈര്യവും കരുതലും ആശ്വാസവും പ്രാപിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ധൈര്യമായി മുന്നേറാം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്റെ ഭാരം എൻ്റെ മേൽ വച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തുന്ന ദൈവമാകുന്നു. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറുന്ന നിമിഷത്തിനായി സ്തോത്രം. സൗഖ്യദായകനായ യേശുവിൽ ആശ്രയിച്ചുകൊണ്ട്
ഒരു സൗഖ്യദായകനായ ദൈവമുണ്ട് എന്ന് ഇന്ന് തിരുവെഴുത്തുകളിലൂടെ ആഴമായി നൽകിയ ദർശനത്തിനായി സ്തോത്രം. ദൈവമേ, ഈ സൗഖ്യം സദാസമയം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ പരിമിതികളിൽ ഞങ്ങൾ മാറി നിൽക്കുന്നവരായിട്ടില്ല. ദൈവം നമ്മെ ആക്കി വയ്ക്കുന്ന ഇടങ്ങളിൽ ശക്തമായി ജീവിക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് അവിടെ നൽകണമേ. പലരും പല അംഗീകാരങ്ങൾ ലഭിക്കാതിരിക്കുമ്പോഴും ദൈവം നമ്മെ അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നുവെന്ന് തിരുവെഴുത്തമ്മെ ഓർമ്മപ്പെടുത്തുന്നുവല്ലോ. ബലഹീനതയിൽ തകർന്നു പോകാതെ, അപൂർണതയിൽ തളർന്നു പോകാതെ, ദൈവമേ, ആ അപൂർണതയിലും ഒരു മെച്ചമായ അനുഭവം കണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപ അവിടെ നൽകണമേ. ഞാൻ കഷ്ടതയിൽ പ്രശംസിക്കുന്നു, ബലഹീനതയിൽ പ്രശംസിക്കുന്നു. കർത്താവിൻ്റെ ശക്തി എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞതുപോലെ, ആ കൃപ എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞതുപോലെ, ഞങ്ങൾക്കും ഞങ്ങളുടെ ബലഹീനതകൾ ആ ബലം പ്രാപിച്ച് മുന്നേറുവാനുള്ള കൃപ അവിടുന്ന് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവും രോഗിയുമായുള്ള ബന്ധം പ്രതിസന്ധികൾക്കിടയിലും ഒരു ശക്തമായ സാക്ഷ്യം കുടുംബത്തിലും സഭയിലും ദേശത്തിലും സമൂഹത്തിലൊക്കെയും ഉളവാക്കുന്നുവൻ. എല്ലാ മഹത്വം അങ്ങേക്ക്. അതിനെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണം. യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.